ജയിലെഴുത പെണ്ണല്ലേ? അവർ MLA ഇങ്ങനെ ഇരുത്തുക, ഇങ്ങനെ നേരെ കൂടി ഇരുത്തില്ല, അവർ മൂത്ത് നോക്കി സംസാരിക്കില്ല അല്ലേ? അപ്പോൾ അത് ജയലളിത എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ജയലളിത എന്ന സ്ത്രീ എന്ന് കാണാം നമ്മൾ. ഇപ്പം നമ്മൾ മൃഗശാല ചെയ്തിട്ട് അതാ പെൺകടുവ, അതാണ് കടുവ, അങ്ങനെയാണോ? കടുവ എന്നല്ല പറയുക. പിന്നെയല്ല മനസ്സിലായി അതും ഇങ്ങനെയൊക്കെ നോക്കിയാലല്ലേ ആണാണോ പെണ്ണാന്നൊക്കെ അറിയുള്ളൂ. സിനിമത്തിൽ പിന്നെ ഇതില്ലെങ്കിൽ മനസ്സിലാവും വിചാരിക്കുക അല്ലേ? നമ്മൾ മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? പൂച്ച അല്ലെങ്കിൽ പെൺപൂച്ച ആൺപൂച്ച എന്നൊക്കെ പറയുമോ? മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് 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 ആണ് അങ്ങനെ കാണുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്ടറിന് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇല്ല. പബ്ലിക് പേഴ്സൺ ആവുന്നത് എങ്ങനെയാ? അവൻ്റെ പടങ്ങൾ ആളുകൾക്ക് എത്തുന്ന പറഞ്ഞല്ലേ? അയാൾ സെലിബ്രിറ്റി അവനല്ല ഒന്ന്, ആക്ടർ അവനല്ല ഒന്ന്. എന്ത് ജോലി? ഇന്റർവ്യൂ കൊടുക്കുന്നത് നമ്മൾ പടത്തിൽ അഭിനയിക്കുന്നത് അതിന് പ്രൊമോഷന് വരണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇതിൽ എൻ്റെ ജോലിയല്ല. ഇന്റർവ്യൂ ചെയ്യാൻ എല്ലാട്ടും ഞാൻ വന്നിട്ടുള്ളത് ഇന്റർവ്യൂ കൊടുക്കേണ്ട വരണ. അല്ലാതെ ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നുള്ള ആഗ്രഹം. അങ്ങനെ പുറത്ത് വരണ അല്ലാട്ടത്. ഇതിപ്പോൾ ഇന്മയിൽ ഒരാൾ ഞാനിപ്പോൾ അഭിനയിക്കുന്ന സമയത്ത് 2-3 ദിവസം പ്രൊമോഷനിൽ മാറ്റി വെക്കണം, ആക്ടർ വരണം, എല്ലാ ഇൻ്റർവ്യൂവും കൊടുക്കണം. ഇപ്പോൾ ഇതിപ്പോൾ 10-40 ഇൻ്റർവ്യൂ ആയി പടത്തിന്. 3-4 ദിവസമായിട്ട് തുടങ്ങിയ പരിപാടി. അപ്പോൾ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ വളരെ രസമായിട്ട് കൊടുക്കണം. പിന്നെ ബോറടിച്ച് കൊടുക്കില്ലേ? എത്ര ഞാനെന്ന് വെച്ചാൽ ഓൺലൈൻ 100ൻ്റെ അടുത്ത് എത്ര എല്ലാ അവതാരങ്ങളും പിറ്റേ ദിവസം വരുമ്പോൾ പിറ്റേ പ്രാവശ്യം വരുമ്പോൾ അവരുടെ ചാനൽ തുടങ്ങിയിട്ട് വരണേ. അതായത് എനിക്ക് എല്ലാവരും ഞാൻ വിളിച്ച ഇൻ്റർവ്യൂ കൊടുക്കല്ല. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയല്ലേ? ഇത് പക്ഷേ ഇൻ്റർവ്യൂ അല്ലല്ലോ. ഇത് നിങ്ങൾക്ക് നടനായിരുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാൻ? ഈ ചോദ്യത്തിന് എങ്ങനെയാ വളരെ അക്കാഡമിക്കായിട്ട് എടുത്തു പറയാം. ഇൻസ്റ്റാഗ്രാം നിങ്ങളുടെ ഭാവി വധുവാണെന്ന് ചോദിക്കുക, എങ്ങനെ പ്രപ്പോസ് ചെയ്യും? ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കൊടുത്ത അതിൽ എത്രാമത്തെ ഉള്ളിലാണ് നിങ്ങളുടെ ദാഹം തീർന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ എങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഉത്തരം പറയാം. ഹൗ ഐ വിൽ ടെൽ പറ ഹൗ ഞാൻ എങ്ങനെയാണ് ഉത്തരം പറയാമെന്ന്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒന്നും എടുത്ത് എൻ്റെ ഓർമ്മകളിൽ നിന്നൊക്കെ എടുത്ത് പറയാൻ പറ്റുന്ന ഉത്തരങ്ങളാണ് അതൊക്കെ. അല്ല, അങ്ങനത്തെ ചോദ്യങ്ങൾ എന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി ഏതാ മോഹൻലാൽ ഏതാന്ന് അറിയാത്ത പിള്ളേർ മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ പടം കണ്ടിട്ട് ലാലേട്ടനെ വിളിക്കുമ്പോൾ ഞാൻ പറയും, എടാ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഉണ്ടായി വരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോരോ ക്യാരക്ടേഴ്സിലൂടെ. അപ്പോൾ ഈ മോഹൻലാലിന് ഇഷ്ടമുള്ളവരും മമ്മൂട്ടിയുടെ പടം കാണും, മമ്മൂട്ടീനെ ഇഷ്ടമുള്ളവരും മോഹൻലാലിൻ്റെ പടം കാണില്ലേ? ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടിച്ചോ വല്ല കാര്യമുണ്ടോ? അതാണോ സിനിമ ഫാഷൻ എന്ന് പറഞ്ഞാൽ? അതാണോ ഫാൻ എന്ന് പറഞ്ഞാൽ? ഈ മോഹൻലാലിന് ഇഷ്ടമുള്ളവർ മമ്മൂക്കാരുടെ പടം കാണും അല്ലേ? ഞാൻ മോഹൻലാലിന് ഇഷ്ടമുള്ള സമയത്ത് മമ്മൂക്കാരുടെ പടം കാണും, എല്ലാവരും പടം കാണും ഇല്ലേ? നമുക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇഷ്ടം അവരാന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് മറ്റൊരാളെ കൊല്ലാൻ പോകും. അതാണ് എക്സെൻട്രിക് അല്ലേ? അതാണ് അബ്നോർമാലിറ്റി. അച്ഛനെ ഇഷ്ടമെന്ന് അമ്മേനെ കൊല്ലും, അമ്മേനെ ഇഷ്ടമുള്ളൊരു അച്ഛനെ പോകും. അങ്ങനെയാണ്. അച്ഛനെ മാത്രം പോയി താമസിക്കുമോ? അങ്ങനത്തെ ചോദ്യം തന്നെ നമ്മൾ ചോദിക്കുന്നത് തന്നെ എക്സെൻട്രിക് ആയിട്ടുള്ളൊരു സ്വഭാവ സവിശേഷതയാണ്. നിനക്ക് അച്ഛനെയാണോ അമ്മേനെയാണോ കൂടുതൽ ഇഷ്ടമെന്ന്? ഞാൻ അച്ഛൻ്റെ മോനാ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വയറ്റുന്നുണ്ടായതല്ലോ. അമ്മയുടെ നിന്ന് അമ്മ മാത്രമായിട്ട് വിചാരിച്ചുണ്ടാവുമോ? ഏതൊരാളാണെങ്കിലും സ്ത്രീയിൽ നിന്നല്ലേ ഉണ്ടാവുള്ളൂ. ഈ സ്ത്രീയിൽ നിന്ന് ഉണ്ടാവണമെങ്കിൽ പുരുഷൻ്റെ സഹായം കുറച്ച് വേണ്ടേ? ഇത്തിരി തുള്ളി എല്ലാതും ഉണ്ടാവുമോ? അപ്പോൾ ഇവർ 2 പേരും ഉണ്ടായാലല്ലേ അടുത്തൊരു ജീവൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ 2 പേരും തുല്യരല്ലേ? അല്ലേ? അതിനെയാണ് ഒരു ഡിസ്കഷനിൽ ഷൈൻ പറഞ്ഞിരുന്നു, കൂടുതൽ വിമൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവും. പ്രോബ്ലംസ് ഉണ്ടാവുന്നില്ല. ദാറ്റ്സ് യു നെവർ ഹേർഡ്. കുറച്ചും കൂടി എടുത്തിട്ട് നോ 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 അത് ശരിക്കും കേട്ടിട്ട് ചോദിക്കുക. എന്നോട് ചോദിച്ചാൽ സ്ത്രീ സംവിധായകർ വരുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നം തീരുമെന്ന് അങ്ങനെ ചോദിച്ചു. വേണം എടുത്തു നോക്കും. ഇപ്പം ഞാൻ പറഞ്ഞു സ്ത്രീ സംവിധായകർ വരുന്നത് കൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. തീരുമോ? അങ്ങനെയാണെങ്കിൽ അമ്മായിമ്മയുടെയും മരുമകളുടെയും പ്രശ്നം തീരണ്ടേ? അവർ 2 പേരും സ്ത്രീയല്ലേ? അല്ലേ? ഒരു വീട്ടിലെ ഏറ്റവും പ്രശ്നങ്ങളുണ്ടാവും ഇവർക്കിടയിലാണ്.
ഈ അമ്മായിയമ്മ ഒരിക്കൽ ഒരു മരുവളായിട്ട് വന്നതല്ലേ അല്ലേ? ഈ മരുവൾ ഒരിക്കൽ ഒരു അമ്മായിയമ്മ അവളല്ലേ? എന്നിട്ടും എന്താ പേർക്കടിയുള്ള പ്രശ്നങ്ങൾ? ഒരു സ്ത്രീകൾ ഒരുപാട് വരുന്നതുകൊണ്ട് സ്ത്രീ സംവിധായകരുണ്ടാവുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരില്ല. സ്ത്രീകളുടെ പ്രശ്നം തീരണമെങ്കിൽ സ്ത്രീ തന്നെ വിചാരിക്കണ്ടേ? ഏതൊരു എൻ്റെ പെൺ സുഹൃത്തുക്കളുടെ അടുത്ത് ഞാൻ ഇത് ചോദിച്ചാലും അവരുടെ ഏറ്റവും വലിയ ശത്രു മറ്റൊരു പെൺ സുഹൃത്തായിരിക്കും. അവർക്ക് ഏറ്റവും കൂടുതൽ ആൺസുഹൃത്തുക്കളാണ്. അവർ കുറച്ചും കൂടി കംഫേർട്ട് ആണുങ്ങളുള്ള ഗ്യാങ്ങിൽ ഇരിക്കാനാണ്. പക്ഷെ ഫോട്ടോയിൽ ഇവർ ഭയങ്കര ഒട്ടിപ്പാണ്. പുറത്തിറങ്ങി ഇവർ കുറ്റം പറയുവരെ. ഇതൊന്നും ഞാൻ എങ്ങനെ മനസ്സിലാക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് കേട്ടിട്ടുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ സ്ത്രീ സുഹൃത്തുക്കൾക്കും അധികം സ്ത്രീ സുഹൃത്തുക്കളില്ല. അവർ ഗ്യാങ് ചെയ്യുന്നതാണെങ്കിലും ചില ചെയ്യുന്നതൊക്കെ ആണെങ്കിലും ആണുങ്ങളുള്ള ഗ്യാങ്ങിലാണ്. അപ്പോൾ സ്ത്രീ സംവിധായകൻ വരുന്നത് കൊണ്ട് സ്ത്രീകൾക്ക് പ്രശ്നങ്ങൾ തീരുമെന്നുള്ള ചോദ്യത്തിന് ഞാനതിന് ഉത്തരം പറയാം. സ്ത്രീ സംവിധായകൻ വേണമെങ്കിൽ അവർക്ക് പണം ചെയ്യാം. അവരുടെ പ്രശ്നം തീരുമെന്നുള്ളത് അറിയില്ല. അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ വരുന്നതുകൊണ്ട് സ്ത്രീകളുടെ പ്രശ്നം തീരുക, ആണുങ്ങൾ വരുന്നതുകൊണ്ട് ആണുങ്ങളുടെ പ്രശ്നം തീരുക. അതെങ്ങനെയാണ്? പിന്നെ അവർ ഈ വേതനത്തിൻ്റെ കാര്യം, വേതന തുല്യത എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഓരോ ചോദ്യങ്ങളായിട്ട് വരും. ആണുങ്ങൾക്കൊക്കെ ശമ്പളം കിട്ടാത്ത എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട് സ്ത്രീകളെക്കാളും. ഇപ്പോൾ നിത്യമേനോനാണെങ്കിലും പാർവതി ആണെങ്കിലും ഇവരെത്രയോ ശമ്പളം വാങ്ങാൻ എത്ര ആൺ ആക്ടേഴ്സ് ഉണ്ട്, മെയിൽ ആക്ടേഴ്സ് ഉണ്ട്. ഒരേ പ്രായത്തിലുള്ളവർ, അവരുടെ അപ്പൻ്റെ പ്രായമുള്ളവരുണ്ടല്ലോ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന, പാത്രം കഴുകിയിരിക്കുന്നുണ്ട്, ലൊക്കേഷനിൽ വണ്ടി ഓടിക്കുന്നുണ്ട്. 2000 രൂപ പോലും ആയിട്ടില്ല ലൊക്കേഷനിൽ. ഒരു തൊഴിലാളിക്ക് ഒരു ദിവസം വർക്ക് ചെയ്താൽ ബാറ്റ കൂട്ടി കഴിഞ്ഞാൽ ഇന്ന് വരുന്ന ആൾക്കാർ നാടനായാലും നടിയാണെങ്കിലും അവർ ഹിറ്റാകുമ്പോഴേക്കും അവർക്ക് എത്ര കാശാണ് കിട്ടുന്നത്? അപ്പോഴും നമ്മുടെ അപ്പൻ്റെ പ്രായമുള്ള ആൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക. ഇവിടെ ആൺ പെൺ വ്യത്യാസത്തിലല്ല, ആൺ പെൺ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആളുകളുടെ മൈൻഡിലുണ്ടായിരിക്കാം. പക്ഷെ അതുകൊണ്ടല്ല ശമ്പള വ്യത്യാസവും അല്ലെങ്കിൽ ഇതൊന്നും കൊടുക്കുന്നത്, സ്ഥാനം കൊടുക്കുന്നത് അയാൾക്കുള്ള ഡിമാൻഡ് അനുസരിച്ചാണ് അല്ലേ? നയൻതാരയുടെ പോലും അത്ര ശമ്പളം കിട്ടുന്നുണ്ടാ ബാക്കി ആക്ടേഴ്സിന്? കിട്ടാത്ത ആക്ടേഴ്സ് ഇല്ലേ? അപ്പം അത് അങ്ങനെ നമ്മൾ എപ്പോഴും ഈ വ്യത്യാസം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ വ്യക്തികളാണ് അല്ലേ? ഈ ആൺ പെൺ വ്യത്യാസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് പോവില്ല. ഇത് നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ടതാണ്. ആൺ പെൺ വ്യത്യാസമില്ല. അത് വ്യക്തികളാണ് എല്ലാവരും. വ്യക്തികൾക്കുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മുടെ ഈ സ്ഥാപനത്തിലാവുമ്പോൾ തന്നെ നിങ്ങളെക്കാട്ടും ശമ്പളം കുറഞ്ഞ ആളുകളില്ലേ? നിങ്ങൾ കൂടിയ ശമ്പളമുള്ള ആളുകളില്ലേ? അങ്ങനത്തെ പെണ്ണുങ്ങളും ഇല്ലേ? പെണ്ണുങ്ങൾ MD ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് അവരവരെ കഴിവുകൊണ്ടെത്തുന്നതല്ലേ? ഇന്ദിരാ ഗാന്ധി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്ന രാജ്യത്ത് നമ്മൾ ജീവിച്ചിരുന്നില്ലേ? ഗാന്ധി പെൺകുട്ടിയായിരുന്നല്ലോ അല്ലേ? അന്നപ്പോൾ എല്ലാവരും താഴെയല്ലേ? ജയിലെഴുത പെണ്ണല്ലേ? അവർ MLA ഇങ്ങനെ ഇരുത്തുക, ഇങ്ങനെ നേരെ കൂടി ഇരുത്തില്ല, അവരെ മൂത്ത് നോക്കി സംസാരിക്കില്ല അല്ലേ? അപ്പോൾ അത് ജയലളിത എന്ന് പറയുന്ന വ്യക്തിയാണ്. ജയലളിത എന്ന സ്ത്രീ എന്ന് കാണാം നമ്മൾ. ഇപ്പം നമ്മൾ മൃഗശാല എന്നിട്ട് അതാ പെൺകടുവ, അതാണ് കടുവ, അങ്ങനെയാണോ? കടുവ എന്നല്ല പറയുക. പിന്നെയല്ല അതും താഴെ ഇങ്ങനെയൊക്കെ നോക്കിയാലല്ലേ ആണാണോ പെണ്ണാന്നൊക്കെ അറിയുള്ളൂ. സിനിമത്തിൽ പിന്നെ ഇതില്ലെങ്കിൽ മനസ്സിലാവും വിചാരിക്കുക അല്ലേ? നമ്മൾ മൃഗങ്ങളെ കാണുമ്പോഴൊക്കെ അങ്ങനെയല്ലേ? പൂച്ച അല്ലെങ്കിൽ പെൺപൂച്ച ആൺപൂച്ച എന്നൊക്കെ പറയൂ. മനുഷ്യന്മാരെ കാണുമ്പോൾ മാത്രം എന്താ പെണ്ണ് ആണ് അങ്ങനെ കാണുന്ന അതങ്ങനെ കാണുന്നവർക്കാണ് പ്രശ്നം.